ശരിക്കും ഈ സ്പിരിച്വൽ ഇൻ്റലിജൻസും ഹൃദയ ശുദ്ധീകരണവും തമ്മിലുള്ള ഒരു ബന്ധത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഹൃദയ സംസ്കരണത്തിൽ നമുക്ക് മെയിനായിട്ട് നമുക്ക് മനസ്സിലാവുന്ന ആളുകളോടുള്ള വെറുപ്പ്, വിദ്വേഷം, സംഗതികൾ ഇത് ക്ലീൻ ആകുമ്പോഴാണ് ശരിക്കും ഒരു ആനന്ദം ലഭിക്കണമെങ്കിൽ ആവശ്യമായിട്ടുള്ള സ്പിരിച്വൽ എനർജി നമ്മുടെ ശരീരത്തിലേക്കും മനസ്സിലേക്കും വന്നിറങ്ങുന്നുള്ളത്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞ പോലെ സ്ഥിരമായിട്ടുള്ള ഒരു വെറുപ്പോ വിദ്വേഷമോ ഒന്നും അവർക്ക് ആരോടും ഇല്ല അല്ലേ. ശരിക്കും അവരാണ് സ്പിരിച്വൽ. ഫിത്രത്ത് അവർക്കുള്ളത്. കുല്ലുമൗലൂദിൻ യൂലദു അൽ ഫിത്ര. ഫിത്രത്ത് പറഞ്ഞാൽ സംശുദ്ധമായ ഒരു ഭാവം, അത് അവരിലാണ് ഉള്ളത്. അവരിൽ എല്ലാവിധ ആനന്ദത്തിൻ്റെയും പിന്നെ റിസോഴ്സുകളുണ്ട്. ക്യൂരിയോസിറ്റി ഉണ്ട്. ചെറിയൊരു പൂവിനെ, പൂമ്പാറ്റിനെ, എന്തെങ്കിലും കാണുമ്പോൾ, ചിരട്ടനെ കാണുമ്പോൾ അവരിൽ കൗതുകം കണ്ടില്ലേ, ഈ പറഞ്ഞവർ അവർ ആനന്ദത്തിലാണ്. പിന്നീട് അതിന് മുകളിൽ ഈ ഒരു സ്റ്റേറ്റ്, ഫിത്രത്തിൻ്റെ ഒരു സംശുദ്ധമായൊരു സ്റ്റേറ്റ് ജനിക്കുമ്പോൾ മനുഷ്യനായ എല്ലാവർക്കും ഉണ്ടാകുന്നുണ്ട്. ശരിക്കും സ്പിരിച്വാലിറ്റി നമ്മൾ വീണ്ടും നേടിയെടുക്കേണ്ട ഒരു സാധനമല്ല, അത് ഉള്ളൊരു സാധനമാണ്. അതെ അതെ അല്ലേ. അപ്പോൾ ആ ഒരു ഫിത്രത്ത് എന്ന് പറയുന്ന ഒരു പറഞ്ഞ സച്ചിദാനന്ദത്തിന് മുകളിൽ ലൈഫിലെ സിറ്റുവേഷൻസുകളിൽ കുറേ ഇമോഷണൽ വേസ്റ്റുകൾ അതിൻ്റെ മുകളിൽ കയറി. നമ്മളെ സൈക്കോളജി പറയുന്ന സബ് കോൺഷ്യസിൽ എന്ത് ചെയ്തു, ഒരുപാട് നമ്മൾ ഓരോരുത്തരോട് ഡീൽ ചെയ്യുമ്പോൾ ഓരോ ആളുകളെ കാണുമ്പോൾ നമുക്ക് വെറുപ്പ്, വിദ്വേഷം, താല്പര്യക്കുറവ്, നീരസം, പ്രതിഷേധം, അങ്ങനെ കുറേ സാധനങ്ങൾ, പിന്നെ കുറേ സപ്രഷൻസ്, വിഷമങ്ങൾ, ഈ സാധനങ്ങൾ ഇതുള്ളത് കൊണ്ടാണ് ശരിക്കും നമുക്ക് നമ്മൾ കുട്ടിക്കാലത്ത് അനുഭവിച്ചിരുന്ന ഒരു സച്ചിദാനന്ദം എന്ന് പറയുന്ന ബ്ലിസ് എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റിലേക്ക് പോകാൻ കഴിയാത്തത്.